morning, one and all. Today, we are going to start a new lecture series on BEGLA 135 English in Daily Life. Lecture number 1. First of all, let us have a look at the aim of BEGLA 135. അപ്പം എയിം എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്ത് ഒബ്ജക്റ്റീവ് ആണ് ഈ ഒരു കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എയിം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ടു ഇംപ്രൂവ് യുവർ കമാൻഡ് ഓവർ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്, എസ്പെഷ്യലി ദ ഇംപ്രൂവ്മെന്റ് ഓഫ് 4 ബേസിക് സ്കിൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അല്ലെ, അപ്പം ഒന്നുമില്ല, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കോമ്പിറ്റന്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ് പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് BEGLA 135. അല്ലെ, അപ്പൊ നമുക്കൊരു ലാംഗ്വേജിൽ നമ്മൾ കോമ്പിറ്റന്റ് ആക്കി മാറ്റുക എന്ന് പറയുന്നത് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ 4 ബേസിക് സ്കിൽസ്. ഏതൊക്കെ? റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് ആൻഡ് ലിസണിങ്. അല്ലെ, അപ്പൊ ഒരു ലാംഗ്വേജിൽ നമ്മൾ കോമ്പിറ്റന്റ് ആയി മാറണോ, നമ്മൾ ഈ പറഞ്ഞ സ്കില്ലുകളൊക്കെ ഇംപ്രൂവ് ചെയ്യണം. ഏതൊക്കെ സ്കില്ല്? റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് ആൻഡ് ലിസണിങ്. ഓക്കെ, അപ്പൊ ഇനി നോക്കാം ഈ ഒരു കോഴ്സിന്റെ സ്ട്രക്ചർ നോക്കാം. BEGLA 135 എന്ന ഒരു കോഴ്സിന്റെ സ്ട്രക്ചർ എങ്ങനെ നോക്കാം. അപ്പോൾ ദി എൻറ്റയർ കോഴ്സ് has been divided into 4 block. Like the entire course has been divided into 4 block. അപ്പോൾ ഈ ഓരോ ബ്ലോക്കും each block has again divided into different unit. അല്ലെ, അപ്പോൾ ടോട്ടലി 4 ടെക്സ്റ്റ് ആണ് വരുന്നത്, 4 ബുക്കാണ് വരുന്നത്. ഈ ഒരു 4 ടെക്സ്റ്റിനെ നമുക്ക് അഗെയിൻ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും ഡിഫറെന്റ് യൂണിറ്റുകളായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഓരോ യൂണിറ്റിലും അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു കോഴ്സ് ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇൻ ഈച്ച് യൂണിറ്റ് ഓഫ് ഡിഫറെന്റ് ബ്ലോക്സ് ദർ ആർ ഡിഫറെന്റ് സെക്ഷൻസ്. അല്ലെ, അപ്പോൾ ഈ ഓരോ ടെക്സ്റ്റും നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഓരോ ബ്ലോക്കും എടുക്കുകയാണെങ്കിൽ ദർ വിൽ ബി ഡിഫറെന്റ് യൂണിറ്റ്സ്. ഈ ഓരോ യൂണിറ്റുകളും ഡിസ്കസ് ചെയ്യുന്ന സെക്ഷനുകൾ അല്ലെങ്കിൽ ഓരോ യൂണിറ്റും നമുക്ക് ഡിഫറെന്റ് സെക്ഷനുകളായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഓരോ യൂണിറ്റും ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ ഡിഫറെന്റ് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് നോക്കാം ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഓരോ സെക്ഷനുകൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് കാണാം റീഡിംഗ് കോംപ്രിഹെൻഷൻ സെക്ഷൻ. ഒരു യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ each and every unit there will be a റീഡിംഗ് കോംപ്രിഹെൻഷൻ സെക്ഷൻ. അല്ലെ, അപ്പൊ ഏത് ബ്ലോക്ക് എടുത്താലും ഏത് ബ്ലോക്കിലും നമുക്ക് കാണാം ഡിഫറെന്റ് സെക്ഷൻ ഉണ്ടായിരിക്കും. എല്ലാ ബ്ലോക്കിലും ഈ പറഞ്ഞ ഓരോ സെക്ഷൻസും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നോക്കാം. ഫസ്റ്റ് സെക്ഷൻ ആണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ സെക്ഷൻ. അല്ലെ, അതുപോലെ തന്നെ വൊക്കാബുലറി സെക്ഷൻ, ഗ്രാമർ സെക്ഷൻ, പ്രൊനൗൺസിയേഷൻ, സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് സെക്ഷൻസ്. അപ്പം ഈ ഏത് യൂണിറ്റ് നിങ്ങൾ എടുത്താലും ഓരോ യൂണിറ്റിലും എന്തുണ്ടായിരിക്കും? ഈ പറഞ്ഞ സെക്ഷൻസ് ഉണ്ടായിരിക്കും. അല്ലെ, അപ്പൊ ഇനി നമുക്ക് നോക്കാം. നൗ ലെറ്റ് us have a look at each section one by one. അല്ലെ, ഏതൊക്കെ ഓരോ സെക്ഷനിലും ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, റീഡിംഗ് കോംപ്രിഹെൻഷൻ സെക്ഷൻ. In each unit there will be a reading comprehension passage from a general topic. അല്ലെ, അപ്പം ഏത് യൂണിറ്റ് നിങ്ങൾ എടുത്താലും there will be a passage from the general topic for reading comprehension questions. അപ്പോൾ ജനറൽ ടോപ്പിക് ഒരു പാസേജ് തന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു പാസേജിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? You have to write answers. അല്ലെ, അപ്പം there will be a number of questions followed by the passage. അപ്പോൾ ഒരു പാസേജ്, ഒരു ജനറൽ ടോപ്പിക്കിൽ ഒരു പാസേജ് തന്നിട്ടുണ്ടായിരിക്കും. Then the passage is being followed by a questions. അല്ലെ, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പിന്നെ then you have to answer those questions based on the passage. അപ്പോൾ ഒരു പാസേജ് തന്നിട്ടുണ്ടായിരിക്കും. ആ പാസേജിനെ ബേസ് ചെയ്തുകൊണ്ട് what you have to do, you have to write the answers. അല്ലെ, അപ്പൊ ഫസ്റ്റ് പാസേജ് അതിനെ ഫോളോ ചെയ്തിട്ട് there will be questions. ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്? You have to answer those questions based on the passage. In your term and examination there will be a question from this section. അല്ലെ, അപ്പം നിങ്ങളുടെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്താൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസും പാസേജും അതുപോലെ തന്നെ അതിനെ ഫോളോ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് റെഗുലർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ ഒരു സെക്ഷൻ യു ഹാവ് ടു ഗീവ് more important. Then vocabulary section. അപ്പോൾ അവിടെ റീഡിംഗ് കോംപ്രിഹെൻഷൻ കഴിഞ്ഞു, then followed by vocabulary section. This section help you to familiarize yourself with the different words and expressions. അപ്പോൾ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഫെമിലറൈസ് ചെയ്യുക അല്ലെങ്കിൽ ടീച്ച് യു അല്ലെ എങ്ങനെ ഡിഫറെന്റ് വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻസ്. അല്ലെ, വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വേർഡ്സ് ആണ്. അല്ലെ, അപ്പം നിങ്ങളുടെ ആ ഒരു വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാം.
കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു ബേസിക് റിക്വയർമെന്റ് ആണ് ഈ ഒരു വൊക്കാബുലറി അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് വേർഡ്സ് അല്ലെ. അത് കളക്ഷൻ ഓഫ് വേർഡ്സ് എത്രത്തോളം കൂടുന്നുവോ, നമ്പർ ഓഫ് വേർഡ്സ് എത്രത്തോളം കൂടുന്നുവോ അത്രയ്ക്ക് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എന്തായിരിക്കും, ഫ്ലുവന്റ് ആയിരിക്കും, എഫിഷ്യന്റ് ആയിരിക്കും അല്ലെ. അപ്പം ഈ ഒരു സെക്ഷൻ എന്താ ചെയ്യുന്നത്, ഹെൽപ്പ് യു ടു ഫെമിലറൈസ് യുവർ സെൽഫ് വിത്ത് ഡിഫറെന്റ് വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻസ്. ഇറ്റ് ഹെൽപ്പ് യു ടു ലേൺ ഡിഫറെന്റ് വേർഡ്സ് ആൻഡ് ദ മീനിങ് അല്ലെ. അതുപോലെ തന്നെ ഒരുപാട് ഡിഫറെന്റ് കാറ്റഗറീസിൽ പെടുന്ന വേർഡ്സുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മീനിങ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ഇഡിയംസ് ആൻഡ് their meaning അല്ലെ. ഇഡിയംസ് ഒക്കെ പോലെയുള്ള ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് വേർഡ്സിനെയും അതുപോലെ തന്നെ അവരുടെ മീനിങ്ങിനെയും ഒക്കെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ it teaches you different strategies or techniques to improve your vocabulary like word mapping അല്ലെ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഡിഫറെന്റ് ടെക്നീക്സ് അല്ലെ, ഏത് വൊക്കാബുലറീസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിഫറെന്റ് സ്ട്രാറ്റജീസ് അതുപോലെ തന്നെ ടെക്നീക്സുകളൊക്കെ ഇവിടെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദിസ് സെക്ഷൻ ഓൾസോ ടീച്ചേഴ്സ് യു മെനി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സ്പ്രഷൻസ് അല്ലെ. ഇപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഡിഫറെന്റ് വേർഡ്സുകൾ, നെഗറ്റീവ് വേർഡ്സുകളും അതുപോലെ തന്നെ നെഗറ്റീവ് എക്സ്പ്രഷൻസും ഒക്കെ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പാർട്ട് ഫ്രം ദിസ് അല്ലെ, നോക്കൂ, ദിസ് സെക്ഷൻ ഓൾസോ ടീച്ചേഴ്സ് യു ഫോർമൽ ആൻഡ് ഇൻഫോർമൽ എക്സ്പ്രഷൻസ് ദാറ്റ് ആർ കോമൺലി യൂസ്ഡ് ഇൻ ഡേ ടു ഡേ ലൈഫിൽ. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഫോർമൽ കോണ്ടെക്സ്റ്റ് ഉണ്ടാവാറുണ്ട്, ഇൻഫോർമൽ കോണ്ടെക്സ്റ്റ് ഉണ്ടാവാറുണ്ട് അല്ലെ. ഫോർമൽ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഫീഷ്യൽ പർപ്പസിന് ഉപയോഗിക്കുന്നത്, എഡ്യൂക്കേഷണൽ ഫീൽഡിൽ ഉപയോഗിക്കുന്നത് അല്ലെ, പിന്നെ പ്രൊഫഷണൽ ഫീൽഡിലൊക്കെ ഉപയോഗിക്കുന്ന ലാംഗ്വേജിനാണ് നമ്മൾ, വേർഡ്സിനാണ് നമ്മൾ സാധാരണ ഫോർമൽ എന്ന് പറയാറുള്ളത്. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സുകളും എക്സ്പ്രഷൻസും ഒക്കെ ഇവിടെ ഫാമിലി അതുപോലെ തന്നെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സിനും എക്സ്പ്രഷൻസിനും ഒക്കെയാണ് നമ്മൾ ഇൻഫോർമൽ വേർഡ്സ്, ഇൻഫോർമൽ എക്സ്പ്രഷൻസ് എന്നൊക്കെ പറയാം അല്ലെ. അപ്പം ഇവിടെ ദിസ് സെക്ഷൻ ഓൾസോ teaches you formal and informal expressions that are commonly used in day-to-day life. അപ്പൊ അത്തരത്തിൽ വരുന്ന വേർഡ്സുകളും എക്സ്പ്രഷൻസും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പാർട്ട് ഫ്രം this section also looks at the words that are we commonly used in describing people. അപ്പൊ നമ്മളൊരു ഒബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യേണ്ടതായിട്ട് വരും, ചിലപ്പോൾ ചില പീപ്പിൾ, ചില ഇൻഡിവിജ്വലിനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട വേർഡ്സുകൾ ഉണ്ട് അല്ലെ, അതുപോലെ തന്നെ ചില ഫ്രേസുകളൊക്കെ ഉണ്ട്. അപ്പൊ അത്തരത്തിൽ വരുന്ന ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന വേർഡ്സുകളും എക്സ്പ്രഷൻസും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ this section also looks at different categories of words like synonyms, antonyms അല്ലെ. ഇത്തരത്തിൽ വരുന്ന വേർഡ്സുകളെയും നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിൽ പിന്നെ കാണാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഗ്രാമർ സെക്ഷൻ. This section teaches you important rules and regulations connected with English language. ഇപ്പൊ നമുക്കറിയാം ഗ്രാമർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ദാറ്റ് കൺട്രോൾ എ ഗ്രാമർ, എ ലാംഗ്വേജ്. ലാംഗ്വേജിനെ കൺട്രോൾ ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസ് റെഗുലേഷൻസിനാണ് നമ്മൾ ഗ്രാമർ എന്ന് പറയാറുള്ളത് അല്ലെ. അപ്പോൾ ദിസ് സെക്ഷൻ ടീച്ചേഴ്സ് യു important rules and regulations connected with English language. Apart from that, it also looks at different thematical items and categories. അപ്പോൾ ഗ്രാമർ ഓറിയന്റഡ് ആണ്. അത് മാത്രമല്ല ഈ ഒരു സെക്ഷൻ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കണം, കാരണം എക്സാമിന് യൂഷ്വൽ ആയിട്ട് ചോദിക്കുന്ന ഒരു സെക്ഷൻ ആണ് ഏത്, ഈ ഒരു ഗ്രാമർ സെക്ഷൻ. Then it teaches you tenses like present tense, past tense, future tense അല്ലെ. അതുപോലെ തന്നെ ടെൻസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ, പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ടെൻസ് അല്ലെ. അത് മാത്രമല്ല ഇറ്റ് ഓൾസോ tell us how to use them in different context അല്ലെ. ഇപ്പൊ ടെൻസുകൾ നമ്മൾ പഠിക്കാറുണ്ട്, ഓരോ ടെൻസുകളും ഡിഫറെന്റ് ടൈമിൽ നടന്ന ആക്ഷൻസിനെയാണ് കാണിക്കുന്നത് അല്ലെ, പ്രസന്റിൽ നടന്നതും ഫ്യൂച്ചറിൽ നടന്നതും അല്ലെ. അപ്പൊ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഡിഫറെന്റ് കോണ്ടെക്സ്റ്റിലാണ്. നമ്മൾ അറിയണം ഏതൊക്കെ ടെൻസ് ഏതൊക്കെ കോണ്ടെക്സ്റ്റിലാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ അറിയണം അല്ലെ. അപ്പോൾ ഈ ഒരു സെക്ഷൻ, ഗ്രാമർ സെക്ഷൻ ഓൾസോ tells us how to use them in different context. അത് മാത്രമല്ല അപ്പാർട്ട് ഫ്രം that, it also tells us how to construct or form WH questions and yes or no questions. അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് WH questions അല്ലെ. WH questions means what, where, when, which എന്നൊക്കെ അല്ലെ എന്ന ക്വസ്റ്റ്യൻ വേർഡുകളാണ്. ഈ വേർഡുകൾ ഉപയോഗിച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെ ഹൗ ടു ഫോം യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് അല്ലെ. ഇത്തരത്തിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു ഗ്രാമർ സെക്ഷനിലും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ടീച്ചേഴ്സ് you selected
adverbs and how to use them in different sentences. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും adverb അല്ലെ, നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ചിൽ പെട്ട ഒന്നാണ് adverb അല്ലെ. അപ്പോൾ ഇവിടെ സെലക്ടഡ് ആയിട്ടുള്ള adverbനെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ how to use them in different sentences. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഗ്രാമർ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പാർട്ട് ഫ്രം this section also looks at active voice, passive voice and phrasal verb. This is the most important part ആണ്. ഈ മൂന്ന് ടോപ്പിക് ഒന്നും ക്വസ്റ്റ്യൻസ് റെഗുലർ ആയിട്ട് വരാറുണ്ട്. phrasal verb ഇമ്പോർട്ടന്റ് ആണ്, റെഗുലർ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്. Then pronunciation. Pronunciation. This section help you to improve your speaking skills. അപ്പൊ നമുക്കറിയാം pronunciation associated with speaking skills അല്ലെ. അപ്പം ഇവിടെ this section help you to practice the pronunciation of different words and expressions that we use in day to day life അല്ലെ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളെ ടീച്ച് ചെയ്യുന്നുണ്ട് എന്തൊക്കെ ഡിഫറെന്റ് വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻസ് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യണം എന്നുള്ളത് അല്ലെ. ഡിഫറെന്റ് വേർഡുകളും എക്സ്പ്രഷൻസും ഒക്കെ ഏത് രൂപത്തിലാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ this section also looks at the syllables and word stress and how to mark stress on the words. അത് മാത്രമല്ല ഇവിടെ നമുക്ക് സിലബിൾസ് ലൈക്ക് ഓരോ വേർഡുകളും ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട രണ്ട് ടേം ആണ് സിലബിൾ ആൻഡ് വേർഡ് സ്ട്രെസ് അല്ലെ. സിലബിൾ എന്നും അതുപോലെ തന്നെ വേർഡ് സ്ട്രെസ്. ഓരോ വേർഡും നമുക്ക് അറിയാം, നമുക്ക് ഡിഫറെന്റ് പാർട്ടുകളായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. എന്തിനനുസരിച്ച് നമ്പർ ഓഫ് വവൽസ്. ഒരു വേർഡ് എടുക്കുക, വേർഡിൽ എത്ര വവൽസ് ഉണ്ടോ അത്രയും സിലബിളുകൾ ഉണ്ടായിരിക്കും അല്ലെ. സിലബിൾ നമ്മൾ എങ്ങനെ കൗണ്ട് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് വവൽസ്. എത്ര വവൽസ് ഉണ്ടോ, വവൽസ് സൗണ്ടുകൾ ഉണ്ടോ അത്രയും സിലബിൾ ഉണ്ടായിരിക്കും അല്ലെ. വേർഡ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില ഇംഗ്ലീഷിൽ ചില വേർഡ്സിൽ നമ്മൾ എന്ത് ചെയ്യും, ചില സിലബിൾസിൽ നമ്മൾ എംഫസൈസ് ചെയ്യും, കൂടുതൽ ഫോഴ്സ് കൊടുക്കും അല്ലെ. അപ്പം എക്സാമിനേഷൻ അല്ലെ. ഇപ്പൊ നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ തന്നെ വ്യത്യസ്ത സ്പ്ലിറ്റ് ചെയ്യുന്ന കണക്കാണ് എക്സാമിനേഷൻ അല്ലെ. അപ്പൊ നമ്മൾ എന്താ ശരിക്കും പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് സ്ട്രെസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സിലബിൾ കൂടുതൽ ഫോഴ്സ് കൊടുക്കുന്നതിനാണ് നമ്മൾ സ്ട്രെസ് ചെയ്യാന്ന് പറയാ. എക്സാമിനേഷൻ അങ്ങനെ എക്സാമിനേഷൻ അങ്ങനെ കണ്ട സ്ട്രെസ് ചെയ്യുന്നത്. ഇതിനാണ് നമ്മൾ അങ്ങനെ ഒരു സിലബിളിൽ കൂടുതൽ ഫോഴ്സ് കൊടുക്കുന്നതിന് പറയുന്ന പേരാണെന്ത്, വേർഡ് സ്ട്രെസ് അല്ലെ. അപ്പൊ സിലബിൾ എന്താണ്, വേർഡ് സ്ട്രെസ്. ഇതിനെ കുറിച്ചൊക്കെ ഈ ഒരു ടോപ്പിക്കിൽ കവർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ റൈറ്റിംഗ് സെക്ഷൻ. ദിസ് സെക്ഷൻ ഹെൽപ്പ് യു ടു ഇംപ്രൂവ് യുവർ റൈറ്റിംഗ് സ്കിൽസ് അല്ലെ. ഈ ഒരു ഏരിയ റൈറ്റിംഗ് സെക്ഷൻ അല്ലെ. ഈ പറഞ്ഞ ഓരോ സെക്ഷൻസും എല്ലാ യൂണിറ്റിലും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് നോക്ക് നിങ്ങൾ. ദിസ് സെക്ഷൻ ഹെൽപ്പ് യു ടു ഇംപ്രൂവ് യുവർ റൈറ്റിംഗ് സ്കിൽസ്. ഇറ്റ് ഹൈലൈറ്റ്സ് എന്തൊക്കെയാണ് ഇത് ഹൈലൈറ്റ് ചെയ്യുന്നത് നോക്ക് നിങ്ങൾ. ഹൗ ടു പ്രിപ്പയർ എ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് അല്ലെ. നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാറുണ്ട് ഒരു ഒബ്ജക്റ്റിനെ, പീപ്പിളിനെ അല്ലെ, ഒക്കെ സിറ്റിയെ, ഒബ്ജക്റ്റിനെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യും അല്ലെ. അപ്പൊ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് പിന്നെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് അല്ലെ. ഹൗ ടു പ്രിപ്പയർ എ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ്, ഹൗ ടു റൈറ്റ് എ പാരഗ്രാഫ് അല്ലെ. നിങ്ങൾ എസ്സേസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെ, ഒരു എസ്സേ എന്ന് പറയുന്നത് എന്തിന്റെ കോമ്പിനേഷൻ ആണ്, ഡിഫറെന്റ് പാരഗ്രാഫുകളുടെ കോമ്പിനേഷൻ ആണ് അല്ലെ. അപ്പൊ എങ്ങനെയാണ് ഒരു പാരഗ്രാഫിന്റെ ഇൻട്രൊഡക്ഷൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ബോഡി പാരഗ്രാഫ് എങ്ങനെയാണ്, കൺക്ലൂഷൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഹൗ ടു റൈറ്റ് എ റിപ്പോർട്ട് അല്ലെ. മറ്റൊരു റൈറ്റപ്പ് ആണ് റിപ്പോർട്ട് അല്ലെ. റിപ്പോർട്ടിനും എന്ത് വി ഹാവ് ടു ഫോളോ സർട്ടൻ കൺവെൻഷൻസ് അല്ലെ, റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്, കുറെ കണ്ടീഷൻസ് ഉണ്ട് അല്ലെ. അപ്പോൾ ഹൗ ടു പ്രിപ്പയർ എ റിപ്പോർട്ട് അല്ലെ. അതുപോലെ തന്നെ നെക്സ്റ്റ് സ്പീക്കിംഗ് സെക്ഷൻ. This section highlights the different expressions to greet and farewell in different context. അപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്, കോൺവെർസേഷൻ നടത്തുന്ന സമയത്ത് എന്ത് ചെയ്യണം, വി ഹാവ് ടു ഗ്രീറ്റ് അല്ലെ. അതുപോലെ തന്നെ വി ഹാവ് ടു സേ ഫെയർവെൽ അല്ലെ. അപ്പൊ ഇവിടൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ട എക്സ്പ്രഷൻസിന് നമ്മൾ ഗ്രീറ്റ് ചെയ്യുന്ന എല്ലാ ആളുകളോടും നമ്മൾ ഒരുപോലെ അല്ല ഗ്രീറ്റ് ചെയ്യുക. ചിലപ്പോൾ നമ്മൾ ഹായ് ഉപയോഗിക്കും, ചിലപ്പം ഹലോ ഉപയോഗിക്കും, ചിലപ്പോൾ ഗുഡ് മോർണിംഗ് ഉപയോഗിക്കും അല്ലെ. അപ്പം ഇതൊക്കെ ഡിഫറെന്റ് ആണ്, ഡിഫറെന്റ് കോണ്ടെക്സ്റ്റിലാണ് ഉപയോഗിക്കുന്നത്. ഹായ് എന്നുള്ളത് നമ്മൾ പിന്നെ അല്ലെ ചില കോണ്ടെക്സ്റ്റുകൾ ഉപയോഗിക്കില്ല. അതുപോലെ തന്നെ ഹലോ, ഇതിനൊക്കെ എന്തുണ്ട്, ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള പെർട്ടിക്കുലർ ആയിട്ടുള്ള കോണ്ടെക്സ്റ്റ് ഉണ്ട്, കോണ്ടെക്സ്റ്റ് നോക്കിയിട്ടായിരിക്കണം അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു സ്പീക്കിംഗ് സെക്ഷനിൽ പറയുന്നത്. ദിസ് സെക്ഷൻ tells you how to be polite in our conversation അല്ലെ. അതുപോലെ തന്നെ നമ്മൾ കോൺവെർസേഷൻ ചെയ്യുന്ന സമയത്ത്, സംസാരിക്കുന്ന സമയത്ത് we have to be more polite അല്ലെ. പൊളൈറ്റ് ആയിരിക്കണം, courtesy കീപ്പ് ചെയ്യണം, ഒരിക്കലും റൂഡ് വേർഡുകൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ അത്തരത്തിൽ പൊളൈറ്റ് ആയിട്ടുള്ള വേർഡ്സുകൾ ഏതൊക്കെയാണ്, എക്സ്പ്രഷൻസ് ഏതൊക്കെയാണെന്നുള്ളതും ഈ ഒരു സ്പീക്കിംഗ് സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹൗ ടു പ്രിപ്പയർ എ കോൺവെർസേഷൻ ഓർ
ഡയലോഗ്സ് അല്ലെ. അപ്പം എങ്ങനെ ഒരു കോൺവെർസേഷൻ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ എക്സ്ചേഞ്ചുകൾ വരുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ അതും ഈ ഒരു സ്പീക്കിംഗ് സെക്ഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയിപ്പോ ഇനി വരുന്ന വീഡിയോസിലൊക്കെ നമ്മൾ ഓരോ യൂണിറ്റുകളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓരോ യൂണിറ്റുകളും ഡീറ്റെയിൽഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ക്വസ്റ്റ്യൻസിന് കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുത്തുകൊണ്ടായിരിക്കും നമ്മളെ വരും ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നത്. കാരണം ഈ ഒരു ടെക്സ്റ്റിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് ടോപ്പിക്കുകൾ ഏരിയാസ് വരുന്നുണ്ട്. എക്സാം അല്ലെ, പല ടോപ്പിക്കുകളും എക്സാം ഓറിയന്റഡ് അല്ല. അപ്പൊ നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണോ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. എനിവേ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഹാവ് എ നൈസ് ഡേ. ഓക്കെ, താങ്ക് യു.